നോമ്പുകാരന് അത്തർ, സ്പ്രേ തുടങ്ങിയ പെർഫ്യൂംസ് ഉപയോഗിക്കുന്നതിന്റെ വിധി എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുമുമ്പ് മൗലവി ഇതിനെ കുറിച്ച് എന്തോന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കേട്ടിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നോമ്പുകാരന് അത്തറോ സ്പ്രേയോ ബുഹൂറോ ഒന്നും ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അത് അത്ര എന്തല്ല, ഭക്ഷണപാനീയമല്ല, ഒരാൾ കഴിക്കുന്ന വസ്തുവല്ല. അത്തർ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നതിന്റെ മൗലവിയുടെ അടിസ്ഥാനങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഭക്ഷണപാനീയമാണോ? അല്ലെങ്കിൽ പറ്റും. ഇതാണ് ഇവരുടെ പ്രശ്നം. ഇത് ഏത് സിലബസിൽ നിന്നാണോ ഇവരൊക്കെ പഠിച്ചു വരുന്നത്? അള്ളാഹു ആലം. എന്നിട്ട് ആളുകളുടെ അമലുകൾ മുടക്കാണ്, ആളുകളുടെ അമല് ഫസാദാക്കാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ മൗലവിയോടും ഇദ്ദേഹത്തെ പിന്തുടരുന്ന സലഫികൾ എന്ന് പറയപ്പെടുന്ന ആളുകളോടും എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ നോമ്പ് മുറിയുമെന്ന് എല്ലാവർക്കും അറിയാം. അത് ഭക്ഷണപാനീയമായിട്ടാണോ നോമ്പ് മുറിയുന്നത്? അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സുഗന്ധം ഉപയോഗിക്കാൻ പറ്റും, യാതൊരു പ്രശ്നമില്ല, അതിൽ തെറ്റില്ല എന്ന് പറയുന്നത്? ഒന്നുമല്ല, കിതാബ് ഓതി പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഒന്നല്ലെങ്കിൽ ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭ ഗ്രന്ഥമായിട്ടുള്ള ഫത്വഉൽ മുഈൻ അതിന്റെ ഷർഹൊന്ന് എടുത്തു നോക്കുക. അതിനെങ്ങനെ കിതാബ് അറിയെങ്കിലല്ലേ ഇതൊക്കെ ഒന്ന് എടുത്തു നോക്കുക. ഞാൻ അതിന്റെ താഴെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അർത്ഥം വെച്ച് പഠിച്ചിട്ട് ആളുകളുടെ മുന്നിൽ ഫത്വ കൊടുക്കാനും സംസാരിക്കാനൊക്കെ വരിക. അല്ലെങ്കിൽ ആളുകളുടെ ഇബാദത്തുകൾ ഫസാദാക്കിയതിന്റെ കുറ്റം നിങ്ങൾ വാങ്ങേണ്ടി വരും. ചില ആളുകൾക്ക് ഈ കിതാബുകളും ഉദ്ധരണികളും ഒന്നും പറ്റൂല. ഇതൊക്കെ പാള കിതാബാണ്, ഇവരൊക്കെ തെറ്റുകൾ പറഞ്ഞു തരും എന്നാണ് ഇവരുടെയൊക്കെ വിചാരം. പണ്ഡിതന്മാരും മഹത്തുക്കളും ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്, അല്ലാതെ രാമായണത്തിൽ നിന്നും ബൈബിളിൽ നിന്നൊന്നും അല്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഹദീസ് വേണ്ടവർക്ക് ഹദീസും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിവിടെ റമദാൻ മാസത്തിൽ ഒരു നോമ്പുകാരൻ മനസ്സിലാക്കേണ്ടത് ഭക്ഷണം ഒഴിവാക്കിയത് കൊണ്ട് നോമ്പാകുകയില്ല, മറിച്ച് എല്ലാവിധ ഷഹവത്തുകളെ തൊട്ടും വികാരങ്ങളെ തൊട്ടും നമ്മൾ പിടിച്ചു നിൽക്കുകയാണ്. എല്ലാവിധ സുഖലോലുപതമായിട്ടുള്ള കാര്യങ്ങളെ തൊട്ടും അതുപോലെ തന്നെ സുഖമെടുക്കലിനെ തൊട്ടും നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. സുഖമെടുക്കുന്നതിൽ പെടും ഈ അത്തർ ഉപയോഗിക്കുക എന്നുള്ളത്, സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് കറാഹത്താക്കിയിട്ടുള്ളത്. ഇത് ഹറാമാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് ഇവര് വിവരമില്ലാതെ ആളുകളുടെ അമലുകൾ ഫസാദാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ പറ്റും, ഇതൊക്കെ അനുവദനീയാണെന്ന് പറയുന്നത്? അപ്പൊ ഇത്തരക്കാരുടെ ട്രാപ്പുകളിൽ നമ്മൾ ആരും പെട്ടുപോകരുത്.